ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഇന്ത്യയിലെ കൺവേർജ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ കൺവേർജ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതിൻ്റെ റോഡ് മാപ്പൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് IFRS കൺവേർജ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്, എന്നാണത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, എന്നാണത് മാൻഡേറ്ററി ആക്കി കൺവേർട്ട് ചെയ്തത്, ഏതൊക്കെ കമ്പനികൾക്കാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. അതിൽ 2 ഫേസാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 2015 ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിലും ഫേസ് 1 എന്ന് പറയുന്നത് 2016 ആണ്. ഫേസ് 2 എന്ന് പറയുന്നത് 2017 ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കുട്ടികൾ പഠിച്ചിരിക്കണം. 2006 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അതിൻ്റെ ശ്രമങ്ങൾ തുടങ്ങി. എന്താണ് കൺവെർജൻസിനുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് IFRS എന്നുള്ള ശ്രമങ്ങൾ തുടങ്ങി. 2011 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ പല ഭാഗത്തു നിന്നുള്ള എതിർപ്പ് വന്നതോടുകൂടി, പ്രത്യേകിച്ചും ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എതിർപ്പോടുകൂടി അത് എക്സ്റ്റെൻഡ് ചെയ്തു. ആ തീരുമാനം നീട്ടിവെച്ചു. അങ്ങനെ 2014 ജൂലൈയിൽ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ് ഇത് പ്രഖ്യാപിച്ചത്, ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് എന്തായാലും നെക്സ്റ്റ് ഇയർ ഓൺവേഡ്സ് നമ്മൾ നിർബന്ധമായിട്ടും IFRS ഇംപ്ലിമെൻറ്റ് ചെയ്തേ സാധിക്കുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സ് അവർ 2015 ഫെബ്രുവരി 16 അവരെന്ത് ചെയ്തു, കൺവേർജ്ഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അത് 2015 തുടങ്ങി എന്ത് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ സ്വമേധയാൽ അത് ഉപയോഗിക്കാമെന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നു. അതേസമയം 2016 മുതൽ 1 ഏപ്രിൽ 2016 മുതൽ ലിസ്റ്റഡ് കമ്പനികൾക്കോ അൺലിസ്റ്റഡ് കമ്പനികളോ ആയിട്ടുള്ള കമ്പനികളിൽ എബോവ് 500 crores നെറ്റ് അസറ്റ്സ് ഉള്ള നെറ്റ് വർത്തുള്ള എല്ലാ കമ്പനികളും തന്നെ നിർബന്ധമായിട്ടും എന്ത് ഫോളോ ചെയ്യണം, ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണമെന്നുള്ള ഒരു നിബന്ധന വന്നു. അതാണ് ഫേസ് 1 എന്ന് പറയുന്നത്. ഫേസ് 2 എന്ന് പറയുന്നത് അതിന് താഴേക്കിടെയുള്ള കമ്പനികൾ, അതായത് 250 കോടി മുതൽ 500 കോടി വരെ ഉള്ള നെറ്റ് വർത്തുള്ള കമ്പനികൾ കൂടി ആ ലിസ്റ്റിലേക്ക് വന്നു. അത് 2017 അതാണ് ഫേസ് 2. പിന്നീട് നമ്മൾ പഠിച്ചത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡായിട്ടുള്ള കൺവേർജ്ഡ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള കമ്പാരിസനാണ്. അതിലേറെക്കുറെ സെയിമാണ്. ചില പോയിൻറ്റ്സിൽ, അതായത് 101 പോലെയുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള പോയിൻറ്റുകളൊക്കെ നമ്പറിൽ ചെറിയ മാറ്റമുണ്ട്. ഇപ്പോൾ 101 IFRS 1 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 101 എന്ന് പറയുമ്പോൾ അതിനെ അല്ലെങ്കിൽ അതേ സ്റ്റാൻഡേർഡ് തന്നെ IFRS 1 ആണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ കിടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. ബാക്കി വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഹെഡുകളിലൊക്കെ മാറ്റം ഇല്ലാത്ത പോലെ തന്നെയാണ്. അതുവരെ 101 വരെ മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് കുട്ടികൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എടുക്കാനുള്ളത് എസെൻഷ്യൽസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, എസെൻഷ്യൽ പോയിൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അസറ്റ്സും ലയബിലിറ്റീസാണ്. അതിൻ്റെ കൂടെ P&L അക്കൗണ്ട് കൂടി ചേരുമ്പോൾ നമുക്കറിയാം ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലയബിലിറ്റി ഉണ്ട്. ബാലൻസ് ഷീറ്റ് വരുമ്പോൾ ലയബിലിറ്റി ഉണ്ട്, അസറ്റ്സ് ഉണ്ട്. ഇവിടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എലിമെൻറ്റ്സ്, എസെൻഷ്യൽസ് അല്ല, എലിമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അതെന്താണെന്ന് നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എലിമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. Elements of financial statements consist of assets, liabilities, equity, revenues and expenses. Elements of financial statements consist of assets, liabilities, equity, revenues and expenses. അപ്പോൾ ഇവിടെ അസറ്റ്സ് വന്നു, അതുപോലെ തന്നെ ലയബിലിറ്റീസ് വന്നു. ലയബിലിറ്റീസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കാണാവുന്ന റൈറ്റാണ് ഇക്വിറ്റി.
റവന്യൂ ആൻഡ് എക്സ്പെൻസസ്. റവന്യൂ എന്ന് പറയുന്നത് വരുമാനം, എക്സ്പെൻസ് എന്ന് പറയുന്നത് ചിലവ്, അറിയാലോ. അപ്പോൾ ഇതാണ് എലിമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് അതിലെ ഒന്നാമത്തെ ഐറ്റം എടുക്കാം, അസറ്റ്സ്. അസറ്റ്സ് ആർ ഡിസൈൻഡ് ആസ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ്, അല്ലേ? അസറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതായിരിക്കണം? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടാവുന്ന, ഭാവിയിലേക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ്സ് കിട്ടാവുന്നതായിരിക്കണം. കൺട്രോൾഡ് ബൈ ദി എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ട്രാൻസാക്ഷൻസ് ഓർ അതർ പാസ്റ്റ് ഇവൻറ്റ്സ്. അത് എന്താണ്? ഒരു എൻറ്റിറ്റി എന്ന് പറയുന്ന കമ്പനി, അത്രയേ ഉള്ളൂ. ഒരു എൻറ്റിറ്റി എന്താണ്? പാസ്റ്റിൽ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ട്രാൻസാക്ഷൻ വഴി അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ഇവൻ്റ് വഴി എൻറ്റിറ്റിയുടെ കൺട്രോളിലുള്ള ഒരു അസറ്റ് കൊണ്ട് നമുക്ക് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് അസറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ പാസ്റ്റ് ട്രാൻസാക്ഷൻ മൂലം, പാസ്റ്റ് ഇവൻ്റ് മൂലം എൻറ്റിറ്റിയുടെ കൺട്രോളിലുള്ള ഒരു പ്രോഡക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഐറ്റത്തിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നില്ല, ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ എങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? അസറ്റ് എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? ഇനി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ താഴെ വരുന്നുണ്ട്. An asset should be recognized in the statement of financial position where and only when it is probable. രണ്ട് പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. എ പോയിൻ്റ്, it is probable that the future economic benefit embodied in the asset will eventuate. അപ്പോൾ അത് പറയുന്നത് അതിൽ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്? It is probable that the future economic benefits embodied in the asset will eventuate എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്? കൃത്യമായിട്ട് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് എംബോഡി ചെയ്യുന്ന അസറ്റ് എന്ത് ചെയ്യുക? അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടാവുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ എന്താണ് അതുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്താണ് SOFPയിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മെൻഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്ക്. രണ്ടാമത്തെ പോയിൻ്റ്, ദി അസറ്റ് പൊസസസ് എ കോസ്റ്റ് ഓർ അതർ വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് റിലയബിളി. അതായത് ആ അസറ്റിന് ഒരു കോസ്റ്റ് ഉണ്ടായിരിക്കണം, അത് റിലയബിളായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. മനസ്സിലായപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയുന്നു. ഒന്ന്, അസറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവണം. രണ്ട്, എന്താണ്? ആ അസറ്റിൻ്റെ വാല്യൂ റിലയബിളായിട്ടുള്ള രീതിയിൽ, കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, ഈ രണ്ട് പോയിൻറ്റും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസറ്റിനെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ആ ഐറ്റത്തിനെ നമുക്ക് എവിടെ ഉൾക്കൊള്ളിക്കാം? എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും, ആഡ് ചെയ്യാൻ സാധിക്കും, പറയാൻ സാധിക്കും. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ലയബിലിറ്റീസാണ്. ലയബിലിറ്റീസ് ആർ ദ ഫ്യൂച്ചർ സാക്രിഫൈസ്. അപ്പോൾ നേരത്തെ ഇക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ എന്താണ്? ലയബിലിറ്റീസ് ആർ ദ ഫ്യൂച്ചർ സാക്രിഫൈസസ് ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ്സ് ദാറ്റ് ദ എൻട്രി ഈസ് പ്രസൻ്റ്ലി ഒബ്ലിജ്ഡ് to make to other entities as a result of past transactions or past events. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ഫ്യൂച്ചർ സാക്രിഫൈസ് ആണ്, അല്ലേ? ഫ്യൂച്ചർ സാക്രിഫൈസ് ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ്. നമുക്ക് കിട്ടിയ ഒരു ഇക്കണോമിക് ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ദ എൻറ്റിറ്റി ഈസ് പ്രസൻ്റ്ലി ഒബ്ലിജ്ഡ്. ഇപ്പോൾ ഒബ്ലിഗേഷൻ ഉണ്ട്, അല്ലേ? ആ എൻറ്റിറ്റിക്ക്, ആ സ്ഥാപനത്തിന്, ആ കമ്പനിക്ക് എന്താണ് നേരത്തെ സംഭവിച്ചിട്ടുള്ള ഒരു ഇക്കണോമിക് ബെനിഫിറ്റിൻ്റെ ഭാഗമായിട്ട് ഫ്യൂച്ചർ സാക്രിഫൈസ് വരും. ആ ഫ്യൂച്ചർ സാക്രിഫൈസ് ഇപ്പോൾ തന്നെ അവർക്ക് എന്താണ്? ഒരു ഒബ്ലിഗേഷനാണ് ടു മേക്ക് ടു അതർ എൻറ്റിറ്റീസ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ട്രാൻസാക്ഷൻ. ആർക്കാണ് ഒബ്ലിഗേഷൻ ഉള്ളത്? മറ്റ് എൻറ്റിറ്റികളോട്, മറ്റ് കമ്പനികളോട് ഒരു എന്താ പറയുക ഒബ്ലിഗേഷനുള്ള ഒരു കാര്യമായിരിക്കും. നമുക്ക് ഓൾറെഡി എന്താണ് ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളതാണ്, അത് ഫ്യൂച്ചർ സാക്രിഫൈസ് വേണ്ടി വരുന്ന ഒരു കാര്യമാണ്.
ഇനി അതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലയബിലിറ്റിയിൽ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ സാക്രിഫൈസ് ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ്സ് ആണ്. അതായത് നേരത്തെ വന്നിട്ടുള്ള ഇക്കണോമിക് ബെനിഫിറ്റാണ്, അത് ഫ്യൂച്ചറിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അതിനെ പ്രസൻ്റ്ലി അത് ഒബ്ലിജ്ഡ് ആണ്, അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഉണ്ട് ആരോട്, മറ്റ് കമ്പനികളോട് പ്രസൻ്റ്ലി ഒബ്ലിഗേഷനുള്ള ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് ലയബിലിറ്റി, അല്ലെങ്കിൽ ലയബിലിറ്റി എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ SOFPയിൽ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും, അല്ലെങ്കിൽ ലയബിലിറ്റിയെ SOFPയിൽ എങ്ങനെയാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ എഴുതുന്നത്, ലിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി SOFPയിൽ ചേർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നങ്ങനെ തീരുമാനിക്കാം. നേരത്തെ പോലെ തന്നെ ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദ ഫ്യൂച്ചർ സാക്രിഫൈസ് ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ്സ് വിൽ ബി റിക്വയർഡ്. മനസ്സിലായല്ലോ? എന്തായാലും എന്താണ് ഫ്യൂച്ചർ സാക്രിഫൈസ് ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ് വിൽ ബി റിക്വയർഡ്. നമുക്ക് ഇപ്പോഴുള്ള അല്ലെങ്കിൽ നേരത്തെയോ ഒരു ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെന്താണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ഫ്യൂച്ചർ സാക്രിഫൈസ് വേണ്ടി വരും. ഒരു ഇക്കണോമിക് ബെനിഫിറ്റിൻ്റെ ഫ്യൂച്ചർ സാക്രിഫൈസ്, അല്ലെങ്കിൽ എന്താണ്, ഭാവിയിലേക്ക് നമ്മൾ കൊടുത്തു തീർക്കേണ്ട ഒരു സംവിധാനമാണ് ഫ്യൂച്ചറിൽ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും. 2 ബി പോയിൻ്റ്, ദ എമൗണ്ട് ഓഫ് ദ ലയബിലിറ്റി ക്യാൻ ബി മെഷേർഡ് റിലയബിളി. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അസറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ, ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ഫ്യൂച്ചറിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് ലയബിലിറ്റി. 2, ആ ലയബിലിറ്റിയെ റിലയബിളായിട്ട്, വിശ്വാസയോഗ്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അതാണ് 2 പോയിൻ്റ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് ഇക്വിറ്റിയാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരും എന്താണ്, ഇക്വിറ്റി എന്ന് നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്, ഷെയർ ക്യാപിറ്റലിനൊക്കെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് IFRSൽ പറയുന്നത് നോക്കാം നമുക്ക്. ഇക്വിറ്റി ഈസ് ദ റെസിഡ്യുവൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ്സ് ഓഫ് ദ എൻറ്റിറ്റി ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് അസറ്റ്സ്, അതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം, ഇക്വിറ്റി ഈസ് ദ റെസിഡ്യുവൽ ഇൻട്രസ്റ്റ്, അതായത് താല്പര്യം, റെസിഡ്യുവൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ താല്പര്യം, എന്താണ്, ഇൻ ദ അസറ്റ്സ് ഓഫ് ദ എൻറ്റിറ്റി ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ്. അതായത് അസറ്റിൽ നിന്ന് ലയബിലിറ്റീസ് അല്ലെങ്കിൽ കുറച്ചാൽ കിട്ടുന്ന നെറ്റ് അസറ്റിൻ്റെ എമൗണ്ടിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിനെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഇക്വിറ്റി എന്ന് പറയുന്നത്. അതത്രയേ ഉള്ളൂ. റവന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, റവന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ബിസിനസ്സിൻ്റെ ഇൻകത്തിനെയാണ് എന്തായിട്ട് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്, അല്ലേ? അത് ബിസിനസ് ഇൻകം ഉണ്ട്, നോൺ ബിസിനസ് ഇൻകം ഉണ്ട്, അല്ലേ? ബിസിനസ്സിൻ്റെ ഇൻകത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ റവന്യൂ എന്ന് ഇതിലെ എക്സ്പ്ലനേഷൻ നോക്കാം. റവന്യൂസ് ആർ ഇൻഫ്ലോസ് ഓർ അതർ എൻഹാൻസ്മെൻറ്റ്സ് ഓർ സേവിങ്സ് ഇൻ ഔട്ട്ഫ്ലോസ് ഓഫ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് in the form of increases in assets or reduction in liabilities of the entity other than those relating to contribution by owners that result in an increase in equity during the reporting period. കുറച്ച് ലെങ്തി പോയിൻ്റാണ്, എക്സ്പ്ലനേഷനാണ്. കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വായിച്ചുമ്പോൾ മനസ്സിലായിട്ടില്ല എന്ന് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ മീനിങ് തന്നെയാണ്. വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിനെ എടുക്കണ്ട, പക്ഷെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വായിച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. റവന്യൂസ് ആർ ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്യാഷ് ഇൻഫ്ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരുന്നു, ഇൻഫ്ലോസ്. ഓർ അതർ എൻഹാൻസ്മെൻറ്റ്സ്, അല്ലേ? മറ്റ് രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആയാലും മതി. ഓർ സേവിങ്സ് ഇൻ ഔട്ട്ഫ്ലോസ് ഓഫ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ്, അതല്ലെങ്കിൽ എന്താണ്, ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സേവ് ചെയ്താലും മതി. ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സിൻ്റെ ഭാഗമായിട്ട് സേവ് ചെയ്യുക. ഇൻ ദ ഫോം ഓഫ് ഇൻക്രീസസ് ഇൻ അസറ്റ്സ്, അല്ല അസറ്റ് ഇൻക്രീസ് ചെയ്യുക. ഓർ റിഡക്ഷൻ ഇൻ ലയബിലിറ്റീസ് ഓഫ് ദ എൻറ്റിറ്റി, ലയബിലിറ്റീസ് എന്ത് ചെയ്യുക, റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. അതർ ദാൻ ദോസ്, ഇനി അതെന്താവാൻ പാടില്ല, അതർ ദാൻ ദോസ് റിലേറ്റിംഗ് ടു കോൺട്രിബ്യൂഷൻ ബൈ ഓണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആവാൻ പാടില്ല. അതായത് ഷെയർ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന പൈസ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റവന്യൂസ് എന്ന് പറയുന്നത്. ഇനി അതും പറയുന്നുണ്ട് എന്താണ്, റവന്യൂ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക, ഫിനാൻഷ്യൽ പൊസിഷനിൽ, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ, അല്ലെങ്കിൽ SOFPയിൽ എങ്ങനെയാണ് റവന്യൂ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുക. അതാണ് അടുത്ത് പറയുന്നത്. എ റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ റിസൾട്ട് ഓഫ് ദ റിപ്പോർട്ടിംഗ് പീരീഡ് വേർ ആൻഡ് ഓൺലി വെൻ
എപ്പോൾ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ? ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദ ഇൻഫ്ലോ ഓർ അതർ എൻഹാൻസ്മെൻറ്റ് ഓർ സേവിങ്സ് ഇൻ ഔട്ട്ഫ്ലോസ് ഓഫ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ഹാസ് ഒക്കേർഡ്. ഇവിടെ എന്ത് വേണം? ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദ ഇൻഫ്ലോ, അവിടെ എന്ത് വേണം? ഇൻഫ്ലോ വരണം. അല്ലെങ്കിൽ എന്താണ് അതർ എൻഹാൻസ്മെൻറ്റ്, മറ്റ് രീതിയിൽ ക്യാഷ് മാത്രമല്ല മറ്റ് കാര്യങ്ങൾ എന്തായാലും നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. ഓർ സേവിങ്സ് ഇൻ ഔട്ട്ഫ്ലോസ് ഓഫ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ്, അല്ലേ? സേവിങ്സ് ആവാം, അത് എന്തിൻ്റെ ഭാഗമായിട്ട്? ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ഔട്ട്ഫ്ലോസ് വരുമെന്ന് വിചാരിച്ച് നമ്മൾ എന്തുണ്ടാക്കാം? സേവിങ്സ് വരുന്നതായിരിക്കാം. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഈ റവന്യൂസിനെ എവിടെ ഉൾപ്പെടുത്താം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ ഉൾപ്പെടുത്താം. ബി പോയിൻ്റ്, ബി ക്രൈറ്റീരിയ. 2 ക്രൈറ്റീരിയൻസാണ് എല്ലാത്തിനും പറഞ്ഞിട്ടുള്ളത്. ബി ക്രൈറ്റീരിയ പറയുന്നു. ഒന്നുകൂടി പറയാം. ബി പോയിൻ്റ് അടുത്ത ക്രൈറ്റീരിയ ഒന്നുകൂടി പറയാം. ദ ഇൻഫ്ലോ ഓർ അതർ എൻഹാൻസ്മെൻറ്റ് ഓർ സേവിങ്സ് ഇൻ ഔട്ട്ഫ്ലോസ് ഓഫ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ക്യാൻ ബി മെഷേർഡ് റിലയബിലിറ്റി. അപ്പോൾ ഒന്ന് എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? അത് മെഷർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എന്താണ് ആ ഇൻഫ്ലോ വരണം. 2, അതെന്ത് ചെയ്യണം? അത് ക്ലിയർ ആയിട്ട് റിലയബിളായിട്ട് എന്ത് ചെയ്യണം? മെഷർ ചെയ്യാൻ സാധിക്കണം, ഇവാലുവേറ്റ് ചെയ്യാൻ, വാല്യൂ ചെയ്യാൻ സാധിക്കണം. ഇത് തന്നെയാണ് എല്ലാത്തിനും പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിലെ 2 ക്രൈറ്റീരിയൻസും ഇത് തന്നെയാണ്. ഇനി എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് ആർ കൺസംഷൻസ് ഓർ ലോസസ് ഓഫ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് റിഡക്ഷൻ ഇൻ അസറ്റ്സ് ഓർ ഇൻക്രീസസ് ഇൻ ലയബിലിറ്റി ഓഫ് ദ എൻറ്റിറ്റി. അപ്പോൾ എക്സ്പെൻസസ് ഓർ ആർ കൺസംഷൻസ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അത് കൺസംഷനാണ്, അല്ലെങ്കിൽ എന്താണ്? ലോസസ് ആണ്. എന്തിൻ്റെ ലോസസ് ആണ്? ഓഫ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് റിഡക്ഷൻ ഇൻ അസറ്റ്സ്, അല്ലേ? നമ്മുടെ അത് എന്താണ്? നമ്മുടെ അസറ്റുകളുടെ റിഡക്ഷൻ സംഭവിക്കുക. ഓർ ഇൻക്രീസസ് ഇൻ ലയബിലിറ്റി ഓഫ് ദ എൻറ്റിറ്റി, ആ കമ്പനിയുടെ എൻറ്റിറ്റിയുടെ ലയബിലിറ്റി എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അതർ ദാൻ ദോസ് റിലേറ്റിംഗ് ടു ഡിസ്ട്രിബ്യൂഷൻസ് ടു ഓണേഴ്സ്, അല്ലേ? പക്ഷേ ഇവിടെ ഓണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിവിഡൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആഡ് ചെയ്യുന്നില്ല. അത് എക്സ്പെൻസസിൽ വരില്ല, അത് ഡിവിഡൻ്റാണ്. ദാറ്റ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ഇക്വിറ്റി ഡ്യൂറിങ് ദ റിപ്പോർട്ടിംഗ്. അത് ഇക്വിറ്റി റിഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ്? ഇക്വിറ്റിയിൽ വരുന്ന ചേഞ്ചാണിത്. അതിവിടെ ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല? റെക്കമെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ SOFPയിൽ എഴുതേണ്ട കാര്യമില്ല. ഇനി എങ്ങനെയാണ് ഇത് SOFPയിൽ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ, റിപ്പോർട്ടിംഗ് പീരീഡിൽ എങ്ങനെ വരും എന്നുള്ളതാണ് 2 ക്രൈറ്റീരിയൻ പറയുന്നത്. അത് സാധാരണ പോലത്തെ ക്രൈറ്റീരിയൻ തന്നെയാണ്. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദ കൺസംഷൻ ഓർ ലോസ് ഓഫ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് റിസൾട്ടിങ് ഇൻ എ റിഡക്ഷൻ ഇൻ അസറ്റ്സ് ഓർ ആൻ ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ് ഹാസ് ഒക്കേർഡ്. ആ സംഭവം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിൾ ദാറ്റ് ദ കൺസംഷൻ ഓർ ലോസ് ഓഫ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് റിസൾട്ടിങ് ഇൻ എ റിഡക്ഷൻ ഇൻ അസറ്റ്സ്, അല്ലേ? നമ്മുടെ അസറ്റിൻ്റെ റിഡക്ഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ എന്താണ്? ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അത് എൻ്റർ ചെയ്യാം. ഇനി എന്താണ് അടുത്ത? എന്തായിരിക്കും? മിക്കവാറും എന്താണ്? റിലയബിളായിട്ട് എന്ത് ചെയ്യണം? അത് മെഷർ ചെയ്യാൻ അത് തന്നെയാണ്. ദ കൺസംഷൻ ഓർ ലോസ് ഓഫ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ക്യാൻ ബി മെഷേർഡ് റിലയബിളി. അത് കൃത്യമായിട്ടും മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇത്രയാണ് നമുക്ക് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? എലിമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടാണ് തുടങ്ങിയത്. ആ എലിമെൻറ്റ്സിൽ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? അസറ്റ്സ് ആണ്. അസറ്റ്സിൻ്റെ 2 ക്രൈറ്റീരിയ പറഞ്ഞു. എന്താണ് അസറ്റ്സ് എന്ന് പറഞ്ഞു, അതിൻ്റെ 2 ക്രൈറ്റീരിയ പറഞ്ഞു. ലയബിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞു, 2 ക്രൈറ്റീരിയ പറഞ്ഞു. ഇക്വിറ്റി എന്താണെന്ന് പറഞ്ഞു. റവന്യൂ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ 2 ക്രൈറ്റീരിയയും പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? റവന്യൂ കഴിഞ്ഞ് വരുന്ന എക്സ്പെൻസസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ 2 ക്രൈറ്റീരിയയും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പഠിച്ചെഴുതിയാലാണ് നമുക്ക് മാർക്ക് കിട്ടുക. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള അസറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എന്താ പറയുക അസറ്റാണെന്നും അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നും അല്ലെങ്കിൽ പൈസ കിട്ടാനുള്ളതാണെന്നും റിയലൈസ് ചെയ്യാൻ പറ്റുന്നതാണെന്നും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നൊക്കെ നമ്മൾ പറയുന്ന മെത്തേഡ് മാറ്റിയിട്ട് അസറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IFRS ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിഫൈൻ ചെയ്യേണ്ട അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആർ ഡിസൈൻഡ് ആസ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് കൺട്രോൾഡ് ബൈ ആൻ എൻറ്റിറ്റി, അല്ലെ? ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സിന് വേണ്ടി കൺട്രോൾ ചെയ്യുന്ന ഒരു എൻറ്റിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു ഐറ്റമാണ് അസറ്റ് എന്ന് പറയുന്നത്. അത് എന്തിൻ്റെ ഭാഗമാണ്? ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ട്രാൻസാക്ഷൻ ഓർ പാസ്റ്റ് ഇവൻറ്റ്. അത് മുൻപുണ്ടായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് എന്താ ട്രാൻസാക്ഷൻ? നമ്മൾ വാങ്ങിയതായിരിക്കും.
അല്ലെങ്കിൽ നമ്മളെന്തായിരിക്കും നമ്മൾ എക്വയർ ചെയ്തതായിരിക്കാം. മനസ്സിലായില്ല? അപ്പോൾ മുമ്പുള്ള ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൺട്രോളിങ് പരിധിയിൽ, നമ്മുടെ അധീനതയിൽ വന്നിട്ടുള്ള ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് തരുന്ന, അല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ള ഫ്യൂച്ചർ, അല്ലെങ്കിൽ നമുക്കിപ്പോഴും ഇക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു ഐറ്റത്തിനാണ് നമ്മൾ എന്തായിട്ട് പറയുന്ന അസറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ 2 ക്രൈറ്റീരിയ. ലയബിലിറ്റി ഇതിൻ്റെ ഓപ്പോസിറ്റാണ്, അല്ലേ? ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി എന്ന് പറയുന്നത് നെറ്റ് അസറ്റ് എന്നുള്ള മീനിങ് ആണ് വരിക. പക്ഷേ കുട്ടികൾ ഇങ്ങനെ തന്നെ എഴുതണം. ഇക്വിറ്റി ഈസ് ദ റെസിഡ്യുവൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ്സ് ഓഫ് ദ എൻറ്റിറ്റി ആഫ്റ്റർ ഡിഡക്ഷൻ ഇറ്റ്സ് ലയബിലിറ്റീസ്, അല്ലേ? അത് റെസിഡ്യുവൽ ഇൻട്രസ്റ്റ് ആണ്. എന്തിൻ്റെ മുകളിൽ? നെറ്റ് അസറ്റിൻ്റെ മുകളിലുള്ള റെസിഡ്യുവൽ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി റവന്യൂസ് ആർ ഇൻഫ്ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ് റവന്യൂസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നതിന് തന്നെയാണ് റവന്യൂസ് എന്ന് പറയുന്നത്. അത് ഈ ടേമിൽ തന്നെ പഠിച്ച് പറയണം. അടുത്ത എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് അതിൻ്റെ റവന്യൂസിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ച് വെക്കണം കുട്ടികൾ. നമുക്കത് ആവശ്യം വരുന്നതാണ് എപ്പോഴും. അടുത്ത ഒരു മെയിൻ ടോപ്പിക്കാണ് ഇത്. നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് വേണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ചാപ്റ്ററിൽ ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് റെക്കഗ്നിഷൻ ഉണ്ട്, മെഷർമെൻ്റ് ഉണ്ട്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഉണ്ട്. ഇതൊക്കെ IFRSൻ്റെ പ്രധാനപ്പെട്ട ടേംസാണ്. അല്ലെങ്കിൽ IFRS കൺവേർജ്ഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സാണ് ഈ പറയുന്ന റെക്കഗ്നീഷനും മെഷർമെൻറ്റും പ്രസൻറ്റേഷനും ഡിസ്ക്ലോഷറും. ഇതൊക്കെ ചെറിയ ചെറിയ പോയിൻറ്റ്സാണ്. പക്ഷേ ഇതിൻ്റെ മീനിങ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് റെക്കഗ്നീഷൻ, എന്താണ് മെഷർമെൻറ്റ്, എന്താണ് പ്രസൻറ്റേഷൻ, എന്താണ് ഡിസ്ക്ലോഷർ, ഇതൊക്കെ നമ്മൾ നേരത്തെയൊക്കെ പല സമയത്ത് നമ്മൾ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്, പ്രസൻറ്റേഷൻ റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ആദ്യം നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് റെക്കഗ്നിഷൻ. എന്താണ് റെക്കഗ്നിഷൻ? മനസ്സിലായല്ലോ? അതിലേക്ക് പോകാൻ നമുക്ക്. ദ റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് അക്രൂവൽ അക്കൗണ്ടിങ് ടുഗദർ വിത്ത് മാച്ചിങ് പ്രിൻസിപ്പിൾ. അതായത് റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൂലക്കല്ലാണ്, കോർണർ സ്റ്റോൺ ആണ്. മനസ്സിലായല്ലോ? അത് എന്തിൻ്റെ മുകളിൽ, എന്തിൻ്റെ ബേസിൽ? അക്രൂവൽ അക്കൗണ്ടിങ് ടുഗദർ വിത്ത് മാച്ചിങ് പ്രിൻസിപ്പിൾ. അക്രൂവൽ കൺസെപ്റ്റ് കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? ആദ്യം നിങ്ങൾക്ക് +1 ടീച്ചേഴ്സ്, അക്കൗണ്ടൻസി എടുക്കുന്ന ടീച്ചേഴ്സ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അക്കൗണ്ടിങ് കൺസെപ്റ്റ്സും ഉണ്ട്, കൺവെൻഷൻസും ഉണ്ട്, അല്ലേ? അക്കൗണ്ടിങ് കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാച്ചിങ് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റവന്യൂ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. റവന്യൂ റിക്കവറി അല്ലെങ്കിൽ മാച്ചിങ് കൺസെപ്റ്റ് ഉണ്ട്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അക്രൂവൽ കൺസെപ്റ്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇത് അക്രൂവൽ കൺസെപ്റ്റിൻ്റെ കോർണർ സ്റ്റോൺ ആണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാച്ചിങ് പ്രിൻസിപ്പിളിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ദേ ബോത്ത് ഡിറ്റർമിനിങ് ദി അക്കൗണ്ടിങ് പീരീഡ് ഇൻ വിച്ച് റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്ഡ് വെൻ ദേ ആർ റിയലൈസ്ഡ് ഓർ റിയലൈസബിൾ ആൻഡ് ആർ ഏൺഡ് വെൻ ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഓർ സർവീസസ് റെൻറ്റഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം തന്നെ കുട്ടികളോട് പറയട്ടെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇൻകം, റവന്യൂ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഇൻകം ആയിക്കോട്ടെ, എക്സ്പെൻസ് ആയിക്കോട്ടെ, ഇത് നമ്മൾ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ഇൻകം എന്ന് തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഒരു ഇൻകം നമുക്ക് റിസീവ് ചെയ്താലാണോ അതോ റിസീവബിൾ ആയിരിക്കുമ്പോഴാണോ അത് നമ്മൾ ഇൻകമായിട്ട് എഴുതാൻ പറ്റുന്നു? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വ്യക്തമായിട്ട് നമുക്കറിയാം, ഒരു ഇൻകം നമുക്ക് റിസീവ് ചെയ്താലാണോ അതോ റിസീവബിൾ ആയാലാണോ നമ്മൾ എന്തായിട്ട് എഴുതുക? ഇൻകമായിട്ട് എഴുതുക. അവിടെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് എന്തിൻ്റെ? അക്രൂവൽ ബേസിസ്. നമ്മളെപ്പോഴും അക്കൗണ്ടൻസിയിൽ ഉപയോഗിക്കുന്ന ഒരു ബേസിസ് എന്ന് പറയുന്നത് അക്രൂവൽ ബേസിസ് ആണ്. എന്താ അക്രൂവൽ ബേസിസ്? നമുക്കൊരു എക്സാമ്പിൾ സഹിതം പറയാം. നമ്മളൊരു റൂം അല്ലെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ റെൻറ്റിന് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു റൂം ഒരു ബിൽഡിങ് നമ്മൾ റെൻറ്റിന് കൊടുത്തിരിക്കുന്നു. ആ റെൻറ്റിന് കൊടുത്തിട്ടുള്ള ബിൽഡിങ്ങിന് നമുക്ക് റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? റെൻറ്റ് ഓരോ മാസവും 1-ാം തീയതി ആകുമ്പോൾ റെൻറ്റ് ഡ്യൂ ആവും.
അവരെന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ മാസവും 30-ാം തീയതി ആകുമ്പോൾ അത് ആ മാസത്തെ റെൻറ്റ് ഡ്യൂ ആണ് അല്ലേ. അത് പക്ഷേ അവർ അടുത്ത മാസം 5-ാം തീയതിയൊക്കെ ആയിട്ടാണ് അവർ റെൻറ്റ് തരുന്നത്. അപ്പോൾ ഇവിടെ റെൻറ്റ് ഡ്യൂ ആയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചേർക്കണം? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ചേർക്കണം, അല്ലെങ്കിൽ നമ്മുടെ റെൻറ്റിൽ അത് റിസീവ്ഡായിട്ട് കാണിക്കണം. അവിടെ റെക്കഗ്നൈസ് ചെയ്ത്, അപ്പോൾ റിസീവ്ഡായിട്ട് കാണിക്കുന്നതിനെ നമുക്ക് എന്തായിട്ട് പറയാം? റെക്കഗ്നീഷൻ എന്ന് പറയാം. അപ്പോൾ റെൻറ്റ് ആക്ച്വലി റിസീവ്ഡ് ആകുമ്പോഴല്ല നമ്മൾ എന്തായിട്ട് കാണിക്കുക? റിസീവ്ഡായിട്ട് കാണിക്കുക. റെൻറ്റ് ഡ്യൂ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് റെക്കഗ്നൈസ് ചെയ്തു, റെൻറ്റ് റിസീവ്ഡായിട്ട് റെക്കഗ്നൈസ് ചെയ്തു. മനസ്സിലായല്ലോ? അവിടെയാണ് ഇവിടെ പറയുന്നത്, അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? ഇതൊരു കോർണർ സ്റ്റോൺ ആണ്. എന്ത്? റെക്കഗ്നീഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഒരു കോർണർ സ്റ്റോൺ ആണ്. എന്തിൻ്റെ? അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ കോർണർ സ്റ്റോറാണ്, മൂലക്കല്ലാണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ്? മാച്ചിങ് പ്രിൻസിപ്പിൾസിൻ്റെയും അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ക്യാഷ് കിട്ടണം എന്ന് നിർബന്ധമില്ല. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ക്യാഷ് കിട്ടണമെന്ന് നിർബന്ധമില്ല. നമുക്കെന്താണ്? ഇത് റെൻറ്റ് ഡ്യൂ ആയി കഴിഞ്ഞാൽ റെൻറ്റ് ആ മാസം കിട്ടേണ്ടതാണ്, കിട്ടിയിട്ടില്ല. പക്ഷേ റെൻറ്റ് കിട്ടേണ്ടതാണ് എന്ന് വന്നു കഴിഞ്ഞാൽ, റെൻറ്റ് ഡ്യൂ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റെൻറ്റ് റിസീവ്ഡ് അല്ലേ. എന്താ കാരണം? റെൻറ്റ് റിസീവ്ഡായിട്ട് നമ്മൾ കാണിക്കണം. എന്താ കാരണം? അത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിലാണ്. ഇനി ഇൻ ക്യാഷ് അക്കൗണ്ടിങ് ഇൻ കോൺട്രാക്ട്സ് റവന്യൂസ് ആർ റെക്കഗ്നൈസ്ഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് നോ മാറ്റർ വെൻ ഗുഡ്സ് ഓർ സർവീസ് ആർ സോൾഡ് ഓർ ട്രാൻസ്ഫർ. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ക്യാഷ് റിസീവ് ചെയ്താൽ തന്നെ നമ്മൾ എന്തായിട്ട് കാണിക്കുള്ളൂ? ക്യാഷ് റെസീപ്റ്റായിട്ട് കാണിക്കുള്ളൂ. അപ്പോൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. അപ്പോൾ റവന്യൂ റെക്കഗ്നിഷൻ എങ്ങനെ വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഒരു അക്രൂവൽ ബേസിസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ക്യാഷ് ക്യാൻ ബി റിസീവ്ഡ് ഇൻ ആൻ ഏർലിയർ ഓർ ലേറ്റർ പീരീഡ് ദാൻ ഒബ്ലിഗേഷൻസ് ആർ മെറ്റ്, ഗുഡ്സ് ഓർ സർവീസ് ആർ ഡെലിവേർഡ് ആൻഡ് റിലേറ്റഡ് റവന്യൂസ് ആർ റെക്കഗ്നൈസ്ഡ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോളോയിങ് 2 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി വലിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തന്നിരിക്കുകയാണ് അല്ലേ. ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി, ചിലപ്പോൾ അതിന് മുൻപ് ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കും ക്യാഷ് റിസീവ് ചെയ്യുന്നത്. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്. അക്രൂഡ് റവന്യൂ രണ്ട് രീതിയിലാണ്. അക്രൂഡ് റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ബിഫോർ ക്യാഷ് ഈസ് റിസീവ്ഡ്. റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നു, എന്താ? അതിനെയാണ് അക്രൂഡ് റവന്യൂ എന്ന് പറയുന്നത് അല്ലേ. ക്യാഷ് കിട്ടുന്നതിനേക്കാൾ മുൻപ് നമ്മൾ എന്ത് കിട്ടിയതായിട്ട് ട്രീറ്റ് ചെയ്തു? ക്യാഷ് കിട്ടിയതായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തു അല്ലേ. ഇൻകം കിട്ടിയതായിട്ട് റെക്കഗ്നൈസ് ചെയ്തു, നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു, അത് റവന്യൂ ആയിട്ട് കണക്കാക്കി. 2 ഡെഫേർഡ് റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ആഫ്റ്റർ ക്യാഷ് ഈസ് റിസീവ്ഡ്. അപ്പോൾ ഡെഫേർഡ് റവന്യൂ എന്ന് പറയുന്നത് റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്തിന് ശേഷമാണ്? ക്യാഷ് കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. IFRS ആയതുകൊണ്ട് തന്നെ, പ്രധാനപ്പെട്ട ടോപ്പിക് ആയതുകൊണ്ട് തന്നെ. ഇനി ദി IFRS പ്രൊവൈഡ്സ് 5 ക്രൈറ്റീരിയൻസ്. IFRS എന്ത് ചെയ്യുന്നു? 5 ക്രൈറ്റീരിയാസ് പ്രൊവൈഡ് ചെയ്യുന്നു ഫോർ ഐഡൻറ്റിഫൈയിങ് ദ ക്രിട്ടിക്കൽ ഇവൻറ്റ് ഫോർ റെക്കഗ്നൈസിങ് റവന്യൂ ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞതിന് ചിലപ്പോൾ കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. എന്താണ് റവന്യൂ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ. അതുപോലെ തന്നെ ക്യാഷ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. അതുപോലെ തന്നെ എന്താണ്? 2 രീതിയിൽ വീണ്ടും പറഞ്ഞ എന്താണ്? അക്രൂഡ് റവന്യൂ ഉണ്ട്, ഡെഫേർഡ് റവന്യൂ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ഐറ്റം അത് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ IFRSൽ 5 ക്രൈറ്റീരിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ 5 ക്രൈറ്റീരിയൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താണ്? അത് റെക്കഗ്നൈസ്ഡ് ആണ്. മനസ്സിലായോ? എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നു, റിസ്ക്സ് ആൻഡ് റിവാർഡ്സ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. റിസ്ക്കും റിവാർഡൊക്കെ അല്ലെങ്കിൽ സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ ക്യാഷിൻ്റെ കാര്യം പറയുന്നില്ല. റിസ്ക്കുകളും റിവാർഡ്സും ഒക്കെ തന്നെ സെല്ലറുടെ കയ്യിൽ നിന്ന് ബയ്യറുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞു. 2 ബി പോയിൻ്റ്, ദ സെല്ലർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ ഗുഡ്സ് സോൾഡ്. സെല്ലറുടെ കയ്യിൽ വിറ്റ ഗുഡ്സിൻ്റെ മുകളിൽ സെല്ലർക്ക് യാതൊരു റൈറ്റുമില്ല. 2ാമത്തെ കണ്ടീഷൻ. 3ാമത്തെ കണ്ടീഷൻ സി പോയിൻ്റ്, കളക്ഷൻ ഓഫ് പേയ്മെൻറ്റ് ഈസ് റീസണബിളി അഷ്വേർഡ്. അല്ലേ. ക്യാഷ് കളക്ഷൻ എന്താണ്? കാര്യകാരണ സഹിതം, അല്ലെങ്കിൽ ക്യാഷ് കളക്ഷൻ സാധാരണഗതിയിലേക്ക് ഉറപ്പുള്ളതാണ്. ഡി പോയിൻ്റ്, ദി എമൗണ്ട് ഓഫ് റവന്യൂ ക്യാൻ ബി റീസണബിളി മെഷേർഡ്.
അതിൻ്റെ റവന്യൂ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മെഷർ ചെയ്യാൻ സാധിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമുക്ക് എന്തായിരിക്കും? മെഷർ ചെയ്യാൻ സാധിക്കും. ഈ പോയിൻ്റ് കോസ്റ്റ് ഓഫ് ഏണിങ് ദ റവന്യൂ ക്യാൻ ബി റീസണബിൾ മെഷേർഡ്, അല്ലേ? അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ റവന്യൂ ഏൺ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അറിയാൻ സാധിക്കും. ഇത്രയും 5 പോയിൻറ്റ്സ് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അത് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. ഇനി റെക്കഗ്നീഷൻ ഓഫ് റവന്യൂ ഫ്രം 4 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ ഗിവൺ ബിലോ. ഇനി റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന 4 ടൈപ്പ് ട്രാൻസാക്ഷൻസ് ഇവിടെ ഒരു എക്സാമ്പിൾസ് കൊടുത്തിരിക്കുകയാണ്. ട്രാൻസാക്ഷൻസ് പറഞ്ഞിരിക്കുന്നു. റവന്യൂ ഫ്രം സെല്ലിംഗ് ഇൻവെൻട്രി ആർ റെക്കഗ്നൈസ്ഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ആൻഡ് അറ്റ് ദ ഡേറ്റ് ഓഫ് സെയിൽ ഓഫൺ ഇൻ്റർപ്രിറ്റഡ് ആസ് ദ ഡേറ്റ് ഓഫ് ഡെലിവറി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എപ്പോഴും പറയുന്നത് എന്താണ്? ഇതിൽ റവന്യൂ റെക്കഗ്നേഷൻ ഫ്രം 4 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആർ ഗിവൺ ബിലോ എന്ന് പറയുന്നത് എന്താണ്? 4 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രാൻസാക്ഷനിലെ കാര്യങ്ങൾ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റവന്യൂസ് ഫ്രം സെല്ലിംഗ് ഇൻവെൻറ്ററി ആർ റെക്കഗ്നൈസ്ഡ് അറ്റ് ദ ഡേറ്റ് ഓഫ് സെയിൽ ഓഫൺ ഇൻ്റർപ്രിറ്റഡ് ആസ് ദ ഡേറ്റ് ഓഫ് ഡെലിവറി. മനസ്സിലായല്ലോ? എന്നാണോ സെയിൽ നടത്തുന്നത് അത് നമ്മളെന്തായിട്ട് തീരുമാനിക്കും? അത് ഡെലിവറി ഡേറ്റ് ആയിട്ട്, ഇത് ഡെലിവർ ചെയ്ത ഡേറ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കും. മനസ്സിലായല്ലോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. 2, റവന്യൂ ഫ്രം റെൻഡറിങ് സർവീസസ് ആർ റെക്കഗ്നൈസ്ഡ് വെൻ സർവീസസ് ആർ കംപ്ലീറ്റഡ് ആൻഡ് ബെയിൽഡ്. ആ സർവീസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? അത് റെക്കഗ്നൈസ് ചെയ്തതായിട്ട് കണക്കാക്കും. മനസ്സിലായല്ലോ? അവിടെയും ക്യാഷിൻ്റെ കാര്യം പറയുന്നില്ല. 3, റവന്യൂസ് ഫ്രം പെർമിഷൻ ടു യൂസ് കമ്പനീസ് അസറ്റ്സ്. മനസ്സിലായല്ലോ? അതിൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഫോർ യൂസിങ് മണി, റെൻറ്റ് ഫോർ യൂസിങ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് റോയൽറ്റീസ് ഫോർ യൂസിങ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. മനസ്സിലായല്ലോ? ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ടൈം പാസസ് ഓർ ആസ് അസറ്റ്സ് ആർ യൂസ്ഡ്. അല്ലേ? ഇത് എന്തുപോലെ യൂസ് ചെയ്യുന്നു? അസറ്റ് യൂസ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും? ഇത് ഉപയോഗിക്കും. അല്ലെങ്കിൽ ടൈം പാസസ് പോലെ, അതായത് മറ്റ് എക്സ്പെൻസസ് പോലെ ഇതെന്ത് ചെയ്യുന്നു? അത് ഉപയോഗിക്കുന്നു. 4ാമത്തെ പോയിൻ്റ്, റവന്യൂ ഫ്രം സെല്ലിംഗ് ആൻ അസറ്റ് അതർ ദാൻ ഇൻവെൻട്രി ഈസ് റെക്കഗ്നൈസ്ഡ് അറ്റ് ദ പോയിൻ്റ് ഓഫ് സെയിൽ വെൻ ഇറ്റ് ടേക്സ് പ്ലേസ്. മനസ്സിലായല്ലോ? റവന്യൂ എന്ത് ചെയ്യുന്നു? അസറ്റ്, ഇൻവെൻട്രി വിൽക്കുന്ന പോലെയല്ല അസറ്റ് വിൽക്കുമ്പോൾ, അല്ലേ? അസറ്റ് വിൽക്കുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ആ സെയിൽ നടക്കുന്ന സമയത്താണ്, അല്ലേ? എപ്പോഴാണത് നടക്കുന്നത്? ആ സമയത്ത് അത് റവന്യൂ റെക്കഗ്നൈസ് ചെയ്തതായിട്ട് കണക്കാക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകൂടി ഇത് പറയാം. പല രീതിയിൽ പറഞ്ഞ കാരണം കൊണ്ട് കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ദ അക്രൂവൽ അക്കൗണ്ടിങ്. പ്രിൻസിപ്പിൾ ഓഫ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്രൂവൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. എന്താണ് അക്രൂവൽ അക്കൗണ്ടിങ്? നമുക്ക് ക്യാഷ് കിട്ടണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഒരു എക്സ്പെൻസോ ഒരു റെസിപ്റ്റോ അക്രൂ ചെയ്താൽ, നമുക്ക് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എക്സ്പെൻസസ് ഓർ റവന്യൂസ്. അത് ഒരു റവന്യൂ നമുക്ക് കിട്ടണമെന്ന് ക്യാഷായിട്ട് റിസീവ് ചെയ്യണമെന്നില്ല. അത് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? റിസീവ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ചില ഒഫീഷ്യലായിട്ട് തന്നെ IFRS ചില ക്രൈറ്റീരിയൻസ് പറയുന്നുണ്ട്. റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടി ചില ക്രൈറ്റീരിയൻസ് ഇവർ തന്നെ പറയുന്നുണ്ട്. അത് കുട്ടികൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ക്രൈറ്റീരിയൻസ് എന്നുള്ളത്? 1, റിസ്ക് ആൻഡ് റിവാർഡ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. റിസ്ക്കും റിവാർഡൊക്കെ സെല്ലറുടെ കയ്യിൽ നിന്ന് ബയ്യറുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്താ റിസ്ക്? ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അത് സൂക്ഷിക്കാനോ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസ്ക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലേ? റിസ്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്കൊരിക്കലും റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിസ്ക്കും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യുന്നു. 2ാമത്തെ പോയിൻ്റ്, ബി പോയിൻ്റ്, ദ സെല്ലർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ ഗുഡ്സ് സോൾഡ്. വിറ്റ ഗുഡ്സിൻ്റെ മുകളിൽ സെല്ലർക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടാവും? ഒരു കൺട്രോളും ഉണ്ടാവില്ല, അല്ലേ? അങ്ങനെ കൺട്രോൾ ഉണ്ടെങ്കിൽ അവിടെ റവന്യൂ റെക്കഗ്നേഷൻ സാധ്യമല്ല. അപ്പോൾ വിറ്റ ഗുഡ്സിൻ്റെ മുകളിൽ സെല്ലർക്ക് ഒരു കൺട്രോളും ഇല്ലാതിരിക്കുന്നൊരവസ്ഥ.
മൂന്നാമത്തെ പോയിൻ്റ്, കളക്ഷൻ ഓഫ് പേയ്മെൻറ്റ് ഈസ് റീസണബിളി അഷ്വേർഡ്. പേയ്മെൻറ്റ് സാധാരണ ഗതിക്ക് നടക്കുമല്ലോ, അത് അഷ്വേർഡ് ആണ് അല്ലേ, അത് ഓർഡിനറി ബേസിസിൽ അത് അഷ്വേർഡ് ആണ്. ദെൻ എമൗണ്ട് ഓഫ് റവന്യൂ ക്യാൻ ബി റീസണബിളി മെഷേർഡ്. റവന്യൂ എന്ന് പറയുന്ന ഇൻകവും സാധാരണഗതിയിൽ അവിടെ വരുന്നു. ഇനി കോസ്റ്റ് ഓഫ് ഏണിങ് ദ റവന്യൂ അല്ലേ, ഈ റവന്യൂ ഏൺ ചെയ്യാനുള്ള കോസ്റ്റ്, ഇപ്പോൾ വല്ല കമ്മീഷനോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതും സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എന്താണ്, റവന്യൂ റെക്കഗ്നൈസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ. പിന്നെ അതിൽ ചില ടേംസാണ്. എന്നാണോ സെയിൽ നടത്തിയത് അന്ന് ഡെലിവറി ആയിട്ട് പരിഗണിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്നാണോ സർവീസസ് കംപ്ലീറ്റ് ചെയ്യുന്നത്, നമ്മൾ സർവീസസ് കൊടുക്കുകയാണ്, അപ്പോൾ സർവീസ് കംപ്ലീറ്റ് ചെയ്യണം, പൈസ കിട്ടിയിട്ടില്ല, പക്ഷേ കംപ്ലീറ്റ് ചെയ്ത ദിവസം എന്താണ്, അത് റെക്കഗ്നൈസ് ചെയ്യുന്നു, അത് റവന്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻകമായിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ അസറ്റ് എന്താണ്, ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റ് യൂസ് ചെയ്യുന്നതിന് പെർമിഷൻ കൊടുക്കുകയാണെന്ന് വയ്ക്കും, അതിന് സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ റെൻറ്റ് കിട്ടും, അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പേരിൽ വരുമാനം കിട്ടാം. ഈ വരുമാനം നമുക്ക് റിസീവ് ചെയ്യണമെന്നില്ല, നമ്മളത് ഉപയോഗിക്കാൻ എന്താണ് അനുമതി കൊടുത്താൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം എന്താണ് റെക്കഗ്നൈസ്ഡ്. ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത്, അപ്പോൾ എന്നാണ് അസറ്റ് യൂസ് ചെയ്യുന്നത് ആ സമയത്ത് അത് ഇൻകം റെക്കഗ്നൈസ് ചെയ്തതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അസറ്റ് വിൽക്കുക. ഇൻവെൻട്രി പോലെയല്ല അസറ്റ് വിൽക്കുമ്പോൾ ആ പോയിൻ്റ് ഓഫ് സെയിൽ അല്ലെങ്കിൽ എപ്പോഴാണോ ആ സെയിൽസ് നടക്കുന്നത്, സെയിൽസ് നടക്കുന്ന സമയത്തിനെ നമുക്ക് എന്തായിട്ട് പറയാം, അസറ്റ് അല്ലെങ്കിൽ എന്താണ് റവന്യൂ റെക്കഗ്നിഷനായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇത് കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും ചെറിയ സംശയങ്ങൾ വരാം, അങ്ങനെ സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുട്ടികൾ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി ചോദിക്കുക, കൃത്യമായിട്ട് ചോദിക്കുക. ഇനി അടുത്ത രീതിയിലേക്ക് പോകാം. ഞാനിത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടോപ്പിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കുട്ടികൾക്ക് ആർക്കെങ്കിലും റവന്യൂ റെക്കഗ്നിഷനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ കൃത്യമായിട്ടും ചോദിക്കണം, ഞാൻ അതിന് വോയിസ് ക്ലിപ്പിൽ മറുപടി പറയാം. അടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻ്റ് ആണ്, അടുത്ത സെക്കൻഡ് കാറ്റഗറിയാണ്. ഇൻ ഡിസൈഡിങ് ഹൗ ടു മെഷർ എൻ ഐറ്റം ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസസ്, മെറ്റീരിയാലിറ്റി ഷാൾ ബി അസസ്ഡ് ഇൻ റിലേഷൻ ടു ദ ഫിനാൻഷ്യൽ ഡാറ്റ അല്ലേ. ഒരു പ്രോഡക്റ്റ് മെഷർ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഒരു കൺസെപ്റ്റ് എന്താ, മെറ്റീരിയാലിറ്റിയാണ്. അത് നമ്മളിപ്പോൾ സ്റ്റോക്ക് ടേക്കിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ, അത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റാണ് ആദ്യം വരുന്നത്. ഇൻ മേക്കിംഗ് അസസ്മെൻറ്റ് ഓഫ് മെറ്റീരിയാലിറ്റി ഇറ്റ് ഷാൾ ബി റെക്കഗ്നൈസ്ഡ് ദാറ്റ് മെഷർമെൻറ്റ്സ് മേ റിലേ ഓൺ എസ്റ്റിമേറ്റ്സ് ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് അല്ലേ. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, അസസ്മെൻറ്റ് ഓഫ് മെറ്റീരിയാലിറ്റി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, എസ്റ്റിമേറ്റ്സ് ആണ്. ഒരു പരിധി വരെ പലതും എസ്റ്റിമേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ ദ മെഷർമെൻറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഷാൾ ബി ഡിസൈൻഡ് ടു എൻഷുർ that the resulting information is reliable and that all material financial information that is relevant to an understanding of the financial position or performance of the entity is appropriately disclosed. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്നിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇത് കിട്ടാതെ വരാം. നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ കൂടുതലും നമ്മൾ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ്സ് ആണ്, അതല്ലെങ്കിൽ എന്താണ് പാസ്റ്റ് എക്സ്പീരിയൻസസ് ആണ്, കൂടുതലും എസ്റ്റിമേറ്റ്സ് ആണ്. മനസ്സിലായല്ലോ. അങ്ങനെ എസ്റ്റിമേറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ തയ്യാറാവണം. കൃത്യമായിട്ടുള്ള എന്ത് എസ്റ്റിമേറ്റാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യണം. വൈൽ മെഷർമെൻറ്റ്സ് ഇൻ ബോത്ത് ആനുവൽ ആൻഡ് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് are often based on reasonable estimates, the preparation of interim financial reports generally will require a greater use of estimation methods than annual financial reports. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്, ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഉപയോഗിക്കുമ്പോൾ ആനുവൽ റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ എസ്റ്റിമേറ്റ്സ് ആവശ്യം വരും. കാരണം എന്താ വെച്ചാൽ ആനുവൽ റിപ്പോർട്ടിലാണ് നമുക്കൊരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് അല്ലേ. എപ്പോഴും ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കൂടുതലായിട്ട് എന്തിനെ ആശ്രയിക്കേണ്ടി വരും, ഈ എസ്റ്റിമേറ്റ്സിനെ ആശ്രയിക്കേണ്ടി വരും. ഇനി എന്തൊക്കെയാണെന്നത് നോക്കാം. എലിമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദാറ്റ് ഈസ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആർ മെഷേർഡ് using different measurements like
മെഷർമെൻറ്റ് ബേസസ് ലൈക്ക് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, കറണ്ട് കോസ്റ്റ്, റിയലൈസബിൾ വാല്യൂ ആൻഡ് പ്രസൻറ്റ് വാല്യൂ. അല്ലേ, ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ എലിമെൻസും, അല്ലേ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ എലിമെൻസും, അത് അസറ്റ്സ് ആയിക്കോട്ടെ, ലയബിലിറ്റീസ് ആയിക്കോട്ടെ, ഇക്വിറ്റി ആയിക്കോട്ടെ, ഇൻകം ആയിക്കോട്ടെ, എക്സ്പെൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ മെഷർ ചെയ്യുന്നത് എന്താണ്, ചില ബേസിസ് വെച്ചിട്ടാണ്. ആ ബേസിസ് എന്തൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. എന്താ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു അസറ്റ് നമ്മൾ വാങ്ങിയത് 10 ലക്ഷം രൂപയ്ക്കാണ്, അല്ലേ, അത് വാങ്ങിക്കഴിഞ്ഞു, അത് നേരത്തെ നടന്നതാണ്, ഹിസ്റ്ററി ആയി കഴിഞ്ഞു, അല്ലേ, അത് ഓൾറെഡി കുറച്ച് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നടന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്നതാണ്, അതും അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. അത് എന്ന് നടന്നാലും അതെന്താണ്, അത് ഹിസ്റ്ററിയുടെ ഭാഗമായി ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്. നേരത്തെ നമ്മൾ കൊടുത്ത് തീർത്ത ഒരു ഐറ്റമാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ദെൻ അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ ഭാഗമാണ്. അടുത്തത് കറണ്ട് കോസ്റ്റ്. എന്താ കറണ്ട് കോസ്റ്റ്? ഇപ്പോഴുള്ള വില നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, അല്ലേ. +2 പഠിക്കുമ്പോൾ പാർട്ട്ണർഷിപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. എന്താ റീവാലുവേഷൻ അക്കൗണ്ട്? ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തോ റിട്ടയർ ചെയ്യുന്ന സമയത്തോ റീവാല്യൂ ചെയ്യുന്നു, അപ്പോഴത്തെ കോസ്റ്റ് എടുക്കുന്നു, കറണ്ട് കോസ്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ കറണ്ട് കോസ്റ്റിൽ നമുക്ക് വാല്യൂ ചെയ്യാം. പിന്നെന്താണ് റിയലൈസബിൾ വാല്യൂ? എന്താ റിയലൈസബിൾ വാല്യൂ? ഇപ്പം നമ്മുടെ കയ്യിലൊരു അസറ്റ് ഉണ്ട്, ഇപ്പം നമ്മുടെ കയ്യിലൊരു മെഷീനറി ഉണ്ട്, 5 കൊല്ലം മുൻപ് 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ടെക്നോളജി മാറി, ഇപ്പോൾ വിലയില്ല, ഇപ്പോൾ വിറ്റാൽ നമുക്ക് 5 ലക്ഷം രൂപ കിട്ടും. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എന്താണ്, റിയലൈസബിൾ വാല്യൂ. ഇപ്പോൾ കൊടുത്താൽ എത്ര രൂപ നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് റിയലൈസബിൾ വാല്യൂ. ദെൻ ആൻഡ് പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്, നമ്മൾ 5 വർഷങ്ങൾക്ക് മുൻപ് 1 ലക്ഷം രൂപയ്ക്ക് ഒരു മെഷീനറി വാങ്ങി. മനസ്സിലായല്ലോ? ഇത്രയും ഇത്രയും ദിവസങ്ങളായി ഇപ്പം നമ്മൾ ആ പ്രസൻറ്റ് വാല്യൂ ടേബിളൊക്കെ വെച്ച് അന്ന് ചിലവാക്കിയിട്ടുള്ള 5 ലക്ഷം രൂപ ഇപ്പം നോക്കുമ്പോൾ ഇപ്പം അതിന് ഒരു 1.5 ലക്ഷം രൂപയുടെ വാല്യൂ ഉള്ളൂ. ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാൽ കേട്ടോ, അതിൻ്റെ വാല്യൂ കണക്കാക്കി പറഞ്ഞതല്ല. കൃത്യമായിട്ട് കണക്കാക്കാനുള്ള ടേബിൾസ് ഉണ്ട്, നമുക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആണ്, എല്ലാ ഡീറ്റെയിൽസും അത് വെച്ച് നമുക്ക് പ്രസൻറ്റ് വാല്യൂ വെച്ച് കാണാം അതിൻ്റെ. അപ്പോൾ പ്രസൻറ്റ് വാല്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ഇനി ഇത് ഓരോന്നും ഡിസ്കസ് ചെയ്യാണ്, അത് ഇലാബറേറ്റ് ആയിട്ട് പറയുകയാണ്. അണ്ടർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അസറ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് അറ്റ് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻറ്റ് paid or at the fair value of consideration agreed upon at the time of acquisition. Similarly, liabilities are recognized at cash or cash equivalents received against the obligation. പെട്ടെന്ന് കുട്ടികൾക്ക് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. ഏറ്റവും ചുരുക്കം പറഞ്ഞാൽ എന്താണ്, ഒരു അസറ്റ് നമ്മൾ വാങ്ങിയത് 5 ലക്ഷം രൂപ കൊടുത്ത് 2 കൊല്ലം മുൻപ്, അല്ലേ. അപ്പോൾ എന്താണ്, 2 കൊല്ലം മുൻപ് നമ്മളൊരു അസറ്റ് വാങ്ങി എത്ര രൂപയ്ക്ക്, 5 ലക്ഷം രൂപയ്ക്ക്. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അതാണ് ക്യാഷ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. അതല്ല, ക്യാഷല്ല നമ്മൾ കൊടുത്ത് വേറെ എന്തെങ്കിലും ഷെയറാണ് കൊടുത്തതെങ്കിൽ, ക്യാഷ് ഈക്വലൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണ് കൊടുത്തതെങ്കിൽ അത്. മനസ്സിലായല്ലോ? അതിനാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് ലയബിലിറ്റീസ് ആർ റെക്കഗ്നൈസ്ഡ് അറ്റ് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസ് റിസീവ്ഡ് അഗെയിൻസ്റ്റ് ദ ഒബ്ലിഗേഷൻ. നമ്മളൊരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, അല്ലേ, ആ പൈസ നമുക്ക് കിട്ടി, അതേസമയം എന്ത് വന്നു, ഒരു ഒബ്ലിഗേഷൻ വന്നു. അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്, നേരത്തെ സംഭവിച്ചിട്ടുള്ള കോസ്റ്റാണ്. അങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ വാങ്ങിയിട്ടുള്ളൊരു അസറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വെച്ചിട്ടായിരിക്കാം. എന്താ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്? 2 കൊല്ലം മുൻപ് വാങ്ങിയ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അടുത്തത് കറണ്ട് കോസ്റ്റാണ്. കറണ്ട് കോസ്റ്റ് സിഗ്നിഫൈസ് current entry value of an asset if replaced currently. For a liability, it represents undiscounted amount of cash or cash equivalents that would be required to settle the obligation currently. ഇവിടെ പറയുന്ന കറണ്ട് കോസ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് എൻട്രി വാല്യൂ ഓഫ് എൻ അസറ്റ് ഇഫ് റീപ്ലേസ്ഡ് കറൻ്റ്ലി. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാൻ ഇപ്പോൾ എന്ത് വാല്യൂ വരും. മനസ്സിലായത്? നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ വേറൊരു ആംഗിളാണ്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മെഷീനറി വർക്ക് ചെയ്യുന്നു, ആ മെഷീനറി ഇപ്പോൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം, അപ്പോൾ എന്ത് കോസ്റ്റ് വരും, ദാറ്റ് ഈസ് കറണ്ട് വാല്യൂ. മനസ്സിലായല്ലോ? അതിനെയാണ് കറണ്ട് വാല്യൂ എന്ന് പറയുന്നത്. കറണ്ട് വാല്യൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ലയബിലിറ്റി എങ്ങനെ തന്നെയാണ്. ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, കൃത്യമായിട്ട് പറയുന്നത്, liability it represents undiscounted amount of cash or cash equivalents that would be required to settle the obligation currently. നമുക്കൊരു ലയബിലിറ്റി ഉണ്ട്, ഒരു ലോൺ ഉണ്ട് ബാങ്കിൽ നിന്ന്, ആ ലോൺ ഇപ്പോൾ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും,
വിത്തൗട്ട് ഡിസ്കൗണ്ട്. അതിനെയാണ് എന്തായിട്ട് പറയുന്നത്, നമ്മുടെ കറണ്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി റിയലൈസബിൾ വാല്യൂ. അണ്ടർ റിയലൈസബിൾ വാല്യൂ assets are carried out at the method of cash or cash equivalents that could currently be obtained by selling the asset in an orderly disposal. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, എന്ത് വാല്യൂ അതിന് കിട്ടും, അതിനെയാണ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ലയബിലിറ്റീസ് ആർ ക്യാരിഡ് അറ്റ് ദെയർ സെറ്റിൽമെൻറ്റ് വാല്യൂസ്. ഇപ്പോൾ എന്താണ്, സെറ്റിൽമെൻറ്റ് നടത്തുകയാണെങ്കിൽ ലയബിലിറ്റീസ് എത്ര രൂപയ്ക്ക് നമുക്ക് സെറ്റിൽ ചെയ്യാൻ സാധിക്കും, അല്ലേ? സാധാരണഗതിയിൽ ലയബിലിറ്റീസ് ക്യാരി ചെയ്യുന്ന സെറ്റിൽമെൻറ്റ് വാല്യൂവിലാണ്. ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഇൻട്രസ്റ്റും കൂടിയിട്ടുള്ള വാല്യൂവിലാണ് ലയബിലിറ്റീസ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അത് ഇനി പ്രസൻറ്റ് വാല്യൂ ആണ്. അണ്ടർ ദ പ്രസൻറ്റ് വാല്യൂ വൺ അസറ്റ് ഈസ് ക്യാരിഡ് അറ്റ് ദ ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ദാറ്റ് ദ അസറ്റ് എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. അതായത് എന്താണ്, അവിടെ ഡിസ്കൗണ്ടഡ് വാല്യൂ, PV വാല്യൂ, പ്രസൻറ്റ് വാല്യൂ വെച്ചിട്ട് ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് അത് അസസ് ചെയ്യുന്ന മെത്തേഡാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ചാർട്ട് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. ലയബിലിറ്റീസ് ആർ ക്യാരിഡ് അറ്റ് ദ ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ നെറ്റ് ക്യാഷ് ഫ്ലോസ് that are expected to be required to settle the liabilities in the normal course of business. അപ്പോൾ സാധാരണഗതിയിൽ ലയബിലിറ്റീസ് എന്താണ്, ഈ രീതിയിൽ പോയാൽ നമുക്ക് PV വെച്ച് എങ്ങനെ സെറ്റിൽ ചെയ്യാൻ എത്ര എമൗണ്ട് വരും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അസറ്റിനെ PV വെച്ച് എങ്ങനെ നമുക്ക് എന്താണ് ഡിസ്കൗണ്ടഡ് വാല്യൂ എത്ര എങ്ങനെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ എത്രയാണോ അതിനെയാണ് PV വാല്യൂ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയാലോ. ഇത്രയാണ് നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മെഷർമെൻറ്റിൽ പറയാനുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും പ്രിൻസിപ്പിൾ ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് വാല്യൂ കണക്കാക്കുക എന്നുള്ളതാണ്. അവിടെ എന്തൊക്കെ ചെയ്യാം, ഈ മെത്തേഡ്സൊക്കെ ഉപയോഗിക്കാം എന്ന് മാത്രം മനസ്സിലാക്കുക. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് പ്രസൻറ്റേഷനാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.